പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധാകര മാഷിനെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയതെല്ലാം തന്നെ ശ്രീകാന്തിന്റെ കളിയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ ദീപ്തി കണ്ടെത്തും. ശ്രീകാന്ത് മാഷിനെ തട്ടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ദീപ്തിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതും വെച്ചുകൊണ്ടായിരിക്കട്ടെ ദീപ്തി ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തുന്നത്. ശ്രീകാന്തിന്റെ ആ ഒരു കപടവേഷം ദീപ്തിയുടെ മുന്നിൽ ആകെ തകർന്നു പോവാണ്. രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലാതെ ശ്രീകാന്ത് ദീപ്തിക്ക് മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് തന്നെ കെഞ്ചിക്കേണ് അപേക്ഷിക്കുന്നുണ്ട്. മോളെ ദീപ്തി, നീ ഒരിക്കലും എന്നെ ചതിക്കരുത്. നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കും. നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഞാൻ അനുസരിച്ചല്ലോ. വേദ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പറെല്ലാം തന്നെ ഞാൻ കീറിക്കളഞ്ഞല്ലോ. വേദക്ക് ഞാൻ മാപ്പ് കൊടുത്തല്ലോ. ഇനിയെങ്കിലും നീ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യടി. അച്ഛനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവുമെന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പേടിച്ച് വിറച്ചുകൊണ്ടായിരിക്കട്ടെ ദീപ്തിയോട് പറയുന്നത്. ഇത് കേട്ട് ദീപ്തി വിട്ടുകൊടുക്കാനൊന്നും ഭാവമില്ലാതെ തന്നെ പറയാണ്, ഇത്രയൊന്നും ആയാൽ തീർന്നിട്ടില്ല ഏട്ടാ. ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി ചിലത് കൂടി ചെയ്തു തരാനുണ്ട്. ഞാനും വരുണും തമ്മിലുള്ള കല്യാണക്കാര്യം നിങ്ങൾ തന്നെ ഇനി അച്ഛനോട് സംസാരിക്കണം. അച്ഛനെ കൊണ്ട് ആ ബന്ധത്തിന് സമ്മതിപ്പിക്കണം. അത് ഇനി നിങ്ങളുടെ ജോലിയാണ്. ഇത് കേട്ടതോടുകൂടി തന്നെ ശ്രീകാന്ത് ആകെ ദേഷ്യം വരികയാണ്. ശ്രീകാന്ത് ആകെ ദേഷ്യത്തോടു കൂടി തന്നെ അവളെ നോക്കി ചോദിക്കുന്നുണ്ട്, അതിന് അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ അത് കട്ടായം എതിർക്കുമെന്ന് പറയും. നമ്മുടെ കുടുംബ പാരമ്പര്യവും അഭിമാനവും ഒക്കെ നോക്കിയിട്ട് അച്ഛൻ നിനക്കൊരു കല്യാണം നടത്തി തരൂ എന്ന് നിനക്കറിയില്ലേ? അന്നേരം ദീപ്തി പറയുന്നുണ്ട്, അതൊക്കെ അച്ഛൻ പറഞ്ഞോട്ടെ. പക്ഷേ ഏട്ടൻ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ആർക്കും തന്നെ കാട്ടിക്കൊടുക്കില്ല. ഈ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തോളാം. അല്ലെങ്കിൽ വേണ്ട, ഇതൊരു തെളിവായി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഞാനും വരുണും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച് ആ നിമിഷം തന്നെ ഞാൻ ഇതെല്ലാം തന്നെ എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാം എന്നൊക്കെ പറയാണ് ദീപ്തി. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അഹങ്കാരത്തോടു കൂടി തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. എന്നാൽ ശ്രീകാന്ത് ആണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആകെ തളർന്നിരിക്കുകയാണ്. അന്നേരം ചന്ദ്രശേഖരൻ ഫോണിൽ വിളിച്ച് ആകെ ഇങ്ങനെ പൊരിപ്പിച്ചു വിടുന്നുണ്ട്, നിന്റെ അല്ലേ അനിയത്തി, ഇനി ഇതൊക്കെ നീ തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. നിന്റെ ഈ അശ്രദ്ധ കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ചെയ്തതെല്ലാം വെറുതെ ആയി പോയല്ലോ. നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം തന്നെ നീ നശിപ്പിച്ച് കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ ദേഷ്യപ്പെട്ട് ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം മലക്ക് പോയി തിരിച്ചു വന്ന വിക്രമിനോട് വേദയുടെ മാറ്റത്തെക്കുറിച്ച് അവൻ അത്ഭുതത്തോടെ ചോദിക്കണേ, നിനക്ക് ശരിക്കും എന്താ പറ്റിയത് വേദ? ഞാൻ പോകുന്നതുവരെ നീ എന്നോട് കടുത്ത ദേഷ്യത്തിലായിരുന്നല്ലോ. ഇപ്പതേ തിരിച്ചു വന്നപ്പോ നീ ആ പഴയ പാവം വേദയായി മാറിയല്ലോ. എന്താ ഇതിനിടയിൽ നിനക്ക് പറ്റിയത്? എന്താ ഇതിനിടയിൽ നിനക്ക് സംഭവിച്ചത്? ഇനിയെങ്കിലും എന്നോട് നിനക്കിതൊന്ന് തുറന്നു പറഞ്ഞൂടെ എന്ന് ചോദിക്കാണ് വിക്രം. അന്നേരം വേദ ഒരു പുഞ്ചിരിയോടുകൂടെ തന്നെ മറുപടി നൽകി, അത് നിങ്ങളിപ്പോ എന്നോട് ചോദിക്കരുത് വിക്രം. ഞാൻ അതെല്ലാം തന്നെ നിങ്ങളോട് തുറന്നു പറയും. പക്ഷേ ഇപ്പോഴല്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ വീട്ടിൽ എല്ലാവരും ഒരുപാടധികം സന്തോഷിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുതേ എന്ന് തന്നെയാണ് എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന. ഇത് കേട്ടതോടുകൂടി തന്നെ വിക്രം പറയുന്നുണ്ട്, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒന്നും അവസാനിച്ചിട്ടില്ല വേദ. അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ആ അലവലാതി ഇപ്പോഴും സന്തോഷിച്ചുകൊണ്ട് തന്നെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് ആരായാലും ഞാൻ അധികം വൈകാതെ തന്നെ അവനെ അങ്ങ് പൊക്കുമെന്ന് വിക്രം ഉറപ്പിച്ചു പറയാണ്. അത് കേട്ടതോടുകൂടി തന്നെ വേദയുടെ ഉള്ളിൽ ആകെ ഭയമായി മാറി. ശ്രീകാന്താണ് ഇതിനെല്ലാം പിന്നിലെന്ന് വിക്രം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പുകിലായിരിക്കും ഉണ്ടാവുക എന്നോർത്തുകൊണ്ട് തന്നെ അവൾ ആകെ അസ്വസ്ഥയായിരുന്നു. എന്നാൽ ഇതൊക്കെ ദൂരെ നിന്നും കണ്ട് ദേഷ്യം പിടിച്ചു നിൽക്കുന്ന നന്ദിനി വിനായകനോട് തന്റെ സങ്കടം എല്ലാം തീർക്കുകയാണ്. വേദ ഈ വീട്ടിൽ വന്നു കയറിയ അന്ന് മുതൽ തന്നെ എന്റെ സമാധാനം പോയതാണ്. അവൾ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ നമുക്കിനി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ വിനായകേട്ടാ. വിക്രമാണ് കുറ്റക്കാരനെന്ന് അച്ഛൻ വിശ്വസിച്ചിരുന്നത് മാറ്റിയതും അവൻ നിരപരാധിയാണെന്നും യഥാർത്ഥ കുറ്റവാളി നിങ്ങളാണെന്നും അച്ഛന് മനസ്സിലാക്കി കൊടുത്തത് അവൾ ഒറ്റൊരുത്തിയാണ്. വിക്രത്തെ കൊണ്ട് ഇത്രയും കാലം മിണ്ടാതിരുന്ന സത്യങ്ങളെല്ലാം തന്നെ പറയിപ്പിച്ചത് അവളാണ്. അവൾ കാരണമാണ് നിങ്ങളിപ്പോൾ അച്ഛന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പോലും പറ്റാതെ ഇരിക്കുന്നത് എന്ന് നന്ദിനി കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും. ഇത് കേട്ട വിനായകൻ ആകെ പതറിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? എല്ലാം സംഭവിച്ചില്ലേ നന്ദിനി? അവൾ വിക്രമിന്റെ ഭാര്യയല്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ നന്ദിനി അത് കേട്ടപ്പോൾ ദേഷ്യം വരികയാണ്. എന്ത് ഭാര്യ? വിക്രം ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ അവളെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവന്നത്? അല്ലല്ലോ. അവൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഓടിക്കണം. അന്ന് ദേഷ്യത്തിൽ വിക്രം അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്ന് വിചാരിച്ച് അവൾ സ്വയമേ ഇങ്ങോട്ടേക്ക് കയറി വന്നതല്ലേ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ ജീവിക്കാൻ യാതൊരുവിധ അർഹതയുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും അവളെ ഓടിക്കണം. അതിന് നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അന്നേരം വിനായകൻ ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമോ? മാത്രമല്ല മലക്ക് പോയി വന്നതിന് ശേഷം അച്ഛനും അമ്മയും പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്.
രണ്ടുപേരും തമ്മിലൊരു ജീവിതം തുടങ്ങണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ നന്ദിനി തന്റെ പ്ലാൻ അങ്ങ് വെളിപ്പെടുത്തി. നമ്മളൊന്നും ചെയ്യേണ്ട, വേദയുടെ ഏട്ടൻ ശ്രീകാന്തിനെ കൂട്ടുപിടിച്ചാൽ മാത്രം മതി. അയാളെ ഉപയോഗിച്ച് നമുക്ക് അവളെ ഇവിടെ നിന്നും എന്നേക്കുമായിട്ട് പുറത്താക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയാളെ തന്നെ നോക്കിക്കോളും. നിങ്ങളൊന്ന് സഹായിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിങ്ങനെ നന്ദിനി നിർബന്ധിക്കുകയാണ് വിനായകനെ. അങ്ങനെ നന്ദിനിയുടെ വാക്കും കേട്ടുകൊണ്ട് തന്നെ വിനായകൻ ശ്രീകാന്തിനെ വിളിച്ചു. ശ്രീകാന്ത് അപ്പോൾ ആകെ വട്ടായിരിക്കുമായിരിക്കും. ദീപ്തിയുടെ കയ്യിൽ നിന്നും ആ തെളിവുകൾ കിട്ടുന്നത് വരെ എനിക്കൊരു സ്വസ്ഥതയില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അയാള്. ആ സമയത്താണ് കേട്ടോ വിനായകന്റെ കോള് വരുന്നത്. എന്തിനാണോ താൻ വിളിച്ചത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വിനായകൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. വിക്രം മലക്ക് പോയിട്ട് തിരിച്ചു വന്നു. വേദയും വിക്രമും ഇപ്പോൾ വലിയ സ്നേഹത്തിലാണ്. അച്ഛനും അമ്മയും കൂടി അവരെ എല്ലാവിധത്തിലും ഒന്നിപ്പിക്കാനുള്ള പ്ലാനിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇത് കേട്ടതോടുകൂടെ തന്നെ ശ്രീകാന്തിനങ്ങ് കലിപ്പ് കയറും. നന്ദിനിയോട് അതെന്നോട് വിളിച്ചു പറയണ്ടേന്ന് പറ, എനിക്കൊന്നും കേൾക്കണ്ട എന്ന ആൾ പറഞ്ഞ് ദേഷ്യപ്പെടാണ്. അന്നേരം വിനായകൻ പറയുന്നുണ്ട്, സാർ, വേദ ഈ വീട്ടിൽ താമസിക്കുന്നതിൽ എനിക്കും നന്ദിനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. വിക്രമിന് ചേരുന്ന പെണ്ണല്ല അവൾ. ആ ദർശനും വേദയും തമ്മിൽ തന്നെയാണ് ഒന്നിക്കേണ്ടിയിരുന്നത് എന്ന് വിനായകൻ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിന്റെ ഉള്ളിലെ വിരോധം വന്ന് ആളിക്കത്തി. എങ്ങനെയെങ്കിലും വിക്രം എന്ന നാശത്തെ ഒഴിവാക്കണമെന്ന് ശ്രീകാന്ത് ചിന്തിച്ചു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അവളെ ആ വീട്ടിൽ നിന്നും ഓടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ, സാർ, ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. പക്ഷേ സാറിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങൾ സാറിന്റെ കൂടെ ഉണ്ടാവുമെന്ന് വിനായകൻ ശ്രീകാന്തിന് ഉറപ്പ് നൽകി. പിന്നെ അന്ന് രാവിലെ വിക്രം വർക്ക്ഷോപ്പിലേക്കും വേദ ഓഫീസിലേക്കും പോവാനിരിക്കുമ്പോൾ മാഷ് അവരെ തടഞ്ഞു. രണ്ടുപേരും ഇന്ന് നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തണം. നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിലേക്ക് പോവാനുള്ളതാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കി ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കണേ. വേദ വിക്രമിനോട് പറയുന്നുണ്ട്, തന്റെ ശ്രീനിവാസൻ സാറിന്റെ കേസ് വരികയാണെന്നും അയാൾ ഇലക്ഷൻ നീക്കാൻ പോകുകയാണെന്നും ഈ കേസ് അയാൾക്ക് വലിയൊരു കുരുക്കാകുമെന്നൊക്കെ പറയും. പക്ഷേ വിക്രം അപ്പോഴും ശ്രീനിവാസന്റെ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. കോടതിയിൽ നോക്കാമെന്നും ഈ കാര്യത്തിൽ തലയിടേണ്ട എന്നും വിക്രം പറഞ്ഞു. വേദ ഓഫീസിലേക്ക് എത്തി ശ്രീനിവാസനെതിരെയുള്ള ആ ഒരു തെളിവുകൾ അടങ്ങുന്ന പ്രധാന ഫയലുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഫയലുകളാണെന്നും തനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ടെന്നും വേദ പറഞ്ഞു. ഇതിലൊരു പേപ്പർ പോലും മിസ്സാവാൻ പാടില്ല എന്നവൾ താക്കീത് പോലെ നൽകുമ്പോൾ വിക്രം ചിരിച്ചങ്ങ് തള്ളുകയാണ്. വൈകുന്നേരം അമ്പലത്തിലേക്ക് പോവാൻ എല്ലാവരും ഒരുങ്ങി നിൽക്കുമ്പോൾ വേദ ആ ഫയൽ മുറിയിൽ സുരക്ഷിതമായി വെച്ചു. ഇത് കണ്ട് നന്ദിനി വിനായകനോട് പറയുന്നുണ്ട്, ആ ഫയലിൽ ശ്രീനിവാസൻ സാറിനെതിരെയുള്ള തെളിവുകളായിരിക്കും ഉണ്ടായിരിക്കുക. അവൾ ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വിക്രമും ശ്രീനിവാസൻ സാറും തമ്മിൽ എന്നേക്കുമായിട്ട് പിണങ്ങും. പിന്നെ അവർ രണ്ടുപേരും ഇവിടെ സുഖമായിട്ട് തന്നെ ജീവിക്കും. അതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏതായാലും എല്ലാവരും അമ്പലത്തിലേക്ക് പോയിക്കോ. ഞാൻ ഏതായാലും നിങ്ങളുടെ കൂടെയൊന്നും വരില്ല. എനിക്ക് തലവേദനയാണ്. ആരും ഇല്ലാത്ത നേരം നോക്കിക്കൊണ്ട് തന്നെ എനിക്ക് ആ ഫയൽ മോഷ്ടിക്കണം. നന്ദിനി അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ മാഷ് സമ്മതിക്കുന്നില്ല. കുടുംബത്തിലെ എല്ലാവരും വന്നേ പറ്റൂ എന്ന് അദ്ദേഹം നിർബന്ധിച്ചു. അങ്ങനെ ഒത്തിരി വിഷമത്തോടു കൂടെ തന്നെ നന്ദിനി അവർക്കൊപ്പം പോയി. അമ്പലത്തിൽ വെച്ച് മാഷ് വിക്രമിന്റെ കൈ പിടിച്ച് വേദയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഇനി മുതൽ വേദ എന്നും നിന്റെ കൂടെ കാണണം. ഈ കയ്യിലെ പിടി നീ ഒരിക്കലും വിട്ടുകളയരുത്. വേദ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നീ സത്യം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ വിക്രം മനസ്സറിഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. വിക്രമിന്റെ ആ ഒരു സന്തോഷം കണ്ട് വേദയുടെ സന്തോഷവും ഇരട്ടിക്കും. എന്നാൽ നന്ദിനി ആട്ടെ ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് തന്നെ ആകെ കട്ടക്കലിപ്പിലായിരിക്കും. തിരികെ വീട്ടിലേക്ക് എത്തി അന്ന് രാത്രി കിടക്കാൻ നേരം വിക്രം വേദയോട് കുസൃതിയായി ചോദിക്കണേ, ഇനിയും നിനക്ക് തറയിൽ തന്നെ കിടക്കണോ എന്ന്. ഭഗവാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ സത്യം ചെയ്ത കാര്യങ്ങളെല്ലാം നീ മറന്നോ എന്ന് ചോദിക്കും. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ശരിക്കുമുള്ള ഭാര്യ ഭർത്താക്കന്മാരല്ലേ? വേദ അന്നേരം നാണത്തോടു കൂടെ തന്നെ അവിടെ വന്നിരിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നിന്റെ ഇഷ്ടമില്ലാതെ ഞാൻ നിന്നെ തൊടുക പോലുമില്ല. നിനക്ക് തറയിൽ കിടക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവാം. അന്നേരം വേദ പറയുന്നുണ്ട്, ഞാൻ കട്ടിലിൽ തന്നെ കിടന്നോളാം എന്ന്. പക്ഷേ നമ്മൾ തമ്മിലുള്ള ആ അകലം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലിക്കുന്നതാണ് നല്ലത്. ശരി, നിന്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അതിന് സമ്മതിച്ചു. അന്ന് രാത്രി വിക്രമും വേദയും ഒരേ കട്ടിലിൽ തന്നെയായിരിക്കും കിടന്നുറങ്ങുന്നത്. എന്നാൽ അന്ന് രാത്രി നന്ദിനി ഒരു സ്വപ്നം കണ്ടങ്ങ് ഞെട്ടിയുണരാണ്. വിക്രമും വേദയും ചേർന്നുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുന്ന ആ ഒരു കാഴ്ച അവൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. ഇനി ഒട്ടും വൈകിക്കൂടാ എന്ന് കരുതി അവൾ ആരും കാണാതെ വേദയുടെ മുറിയിലേക്ക് കയറി ആ ഫയലുകളെല്ലാം മോഷ്ടിക്കുന്നു. അത് വിനായകന് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ശ്രീകാന്തിനെ എത്തിക്കാൻ വേണ്ടി പറയും. വിനായകൻ അത് ആരും കാണാതെ തന്നെ ആ ഒരു ഫയൽ കൊണ്ടുപോയി ശ്രീകാന്തിനെ ഏൽപ്പിക്കാണ്. പിറ്റേന്ന് രാവിലെ വേദ ഫയൽ കാണാതെ ആകെ വിഷമിച്ച് നിൽക്കാണ്. വിക്രമിനോട് ചോദിച്ചപ്പോൾ താൻ എടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. ആ തെളിവുകൾ ഉണ്ടെങ്കിലേ എനിക്ക് കോടതിയിൽ ഹാജരാവാൻ പറ്റൂ എന്ന് വേദ കരഞ്ഞു പറയുമ്പോൾ വിക്രം എല്ലാവരുടെയും മുറി പരിശോധിക്കുന്നുണ്ട് എങ്കിലും ഒന്നും തന്നെ കണ്ടെത്തിയില്ല.
ഇതേ സമയം ശ്രീകാന്ത് ആ ഫയലുമായി ശ്രീനിവാസൻ സാറിനെ വിളിക്കുന്നു. നമുക്കൊന്ന് നേരിട്ട് കാണണമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീനിവാസൻ സാറ് ആദ്യം അതിനൊന്ന് വിസമ്മതിക്കുന്നുണ്ട്. എന്നാൽ വേദയുടെ കയ്യിലുള്ള തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീനിവാസൻ സാറ് ആകെ പേടിച്ചു പോയി. അവർ തമ്മിൽ നേരിട്ട് കാണുന്നു. അങ്ങനെ തെളിവുകൾ ശ്രീകാന്ത് അയാൾക്ക് കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ അതിനു പകരം നിങ്ങൾ എനിക്കൊരു സഹായം തരണം. വിക്രമിനെ ഇല്ലാതാക്കണം. വിക്രം എന്നേക്കുമായി ഇല്ലാതാവണമെന്നായിരുന്നു ശ്രീകാന്തിന്റെ ആവശ്യം. ശ്രീകാന്ത് ആദ്യം ആ ഒരു കാര്യം കേട്ടിട്ടൊന്ന് ഞെട്ടിയെങ്കിലും MLA ആവാൻ വേണ്ടിയിട്ട് അയാൾ ആ ഒരു ചതിക്ക് വേണ്ടി സമ്മതിക്കുന്നു. വിക്രമിനെ ഇല്ലാതാക്കാൻ തന്നെ ശ്രീനിവാസൻ സാർ തീരുമാനിച്ചു. ശ്രീനിവാസൻ വിക്രമിനെ ചതിച്ച് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ്. അവിടെ എത്തുമ്പോൾ ശ്രീകാന്തും ഗുണ്ടകളും ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ട്. ശ്രീകാന്ത് തന്റെ തനി നിറം വെളിപ്പെടുത്തി. അച്ഛനെ തട്ടിക്കൊണ്ടുപോയതും വേദയും നിന്നെയും തമ്മിൽ പിരിക്കാൻ നോക്കിയതും അന്ന് സുധാകര മാഷിനെ തട്ടിക്കൊണ്ടുപോയതും വിക്രമിനെയും വേദയും തമ്മിൽ പിരിക്കാൻ നോക്കിയതൊക്കെ ഞാനാണ് എന്ന് അയാൾ വിളിച്ചു പറയുമ്പോൾ വിക്രം അവനെ നേരിടാൻ തുടങ്ങി. എന്നാൽ ശ്രീനിവാസനും തന്നെ ചതിക്കുമായിരുന്നു എന്ന് വിക്രം തിരിച്ചറിയുമ്പോൾ വിക്രം ആകെ തകർന്നു പോവാണ്. നിന്നെ പോലെ ഒരു ഗുണ്ടയെ എനിക്കിനി ആവശ്യമില്ല എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ വിക്രം ആകെ ഞെട്ടിപ്പോയി. അങ്ങനെ തല്ല് മുറുകുന്നതിൽ തന്നെ അപ്രതീക്ഷിതമായി വരുണും വേദയും MLA വാസവനും അങ്ങോട്ടേക്ക് കടന്നു വന്നു. വരുൺ ഇവരെ നേരത്തെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ സത്യങ്ങളും തെളിവ് സഹിതം തന്നെ വേദ പിടികൂടി. ശ്രീകാന്തിനെയും ശ്രീനിവാസനും സേറയെയും പോലീസിന് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ വിക്രമിനെ രക്ഷിക്കുമ്പോൾ വേദയും വിക്രമും പിന്നീട് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാണ്. ആ ചതിയുടെയും വഞ്ചനയുടെയും കെട്ടുകൾ അഴിഞ്ഞു വീണതോടുകൂടി തന്നെ വിക്രം ആകെ തളർന്നുപോയി. തന്നെ ഒരു അനിയനെ പോലെ സ്നേഹിച്ചിരുന്ന ശ്രീനിവാസൻ ഇത്രയും വലിയൊരു ചതിയനാണോ എന്ന് അവൻ വിശ്വസിക്കാൻ പോലും ആവാതെ നിൽക്കുമ്പോൾ MLA വാസവൻ ഗർജിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് വന്നു. എടാ ശ്രീനിവാസൻ, നിന്റെ ഈ പൊയ്മുഖം ഇന്ന് തന്നെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവന്റെ കയ്യിലല്ലോടാ ഗുണ്ടകളുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞ് ശ്രീവാസവൻ അത് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ ഒന്ന് വിറച്ചു നിന്നു. പോലീസ് ജീപ്പിന്റെ സൈറൻ മുഴങ്ങുന്നത് കേട്ടതോടുകൂടി തന്നെ ശ്രീകാന്ത് ആകെ വിളറിപ്പിടിച്ച് ചുറ്റും നോക്കാൻ തുടങ്ങി. വിക്രം കലിപ്പോടെ അവന്റെ അടുത്തേക്ക് നടന്നു. അവന്റെ ഷർട്ടിനങ്ങ് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയ നിനക്ക് ഞാൻ എന്ത് ശിക്ഷയാടാ തരേണ്ടത്? വേദയെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തിനും നീ സമാധാനം പറയേണ്ടി വരും. അന്നേരം പോലീസ് അങ്ങോട്ടേക്ക് എത്തി. അവരെ രണ്ടുപേരെയും വിലങ്ങു വെച്ച് കൊണ്ടുപോവാൻ തുടങ്ങി. ശ്രീനിവാസൻ ആകെ തല കുനിച്ച് നിൽക്കുമ്പോൾ ശ്രീകാന്ത് അപ്പോഴേക്കും വേദയെ നോക്കി പല്ല് കടിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തളർന്നു നിൽക്കുന്ന വിക്രമിനെ വേദ ചേർത്ത് പിടിച്ചു. വിക്രം, സാരമില്ല, എല്ലാം കഴിഞ്ഞു. സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്നു. അവൾ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞൊഴുകിയിരുന്നു. അവർ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ മാഷും കമലയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വരുൺ എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ അവരെ വിളിച്ചു പറഞ്ഞു. ശ്രീനിവാസന്റെ ചതിയെക്കുറിച്ച് അറിഞ്ഞ മാഷ് ആകെ തളർന്നുപോയി. വിക്രം മോനെ, നീ കരുതിയതുപോലെയൊന്നുമല്ല ലോകം. നമ്മൾ വിശ്വസിക്കുന്നവർ തന്നെ നമ്മുടെ നെഞ്ചിൽ കുത്താൻ വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ വിക്രം അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. താൻ കാരണം അച്ഛന് കുറേയധികം സങ്കടങ്ങൾ ഉണ്ടായതിനാൽ അവൻ മാപ്പ് ചോദിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നന്ദിനി വീടിനുള്ളിൽ തന്നെ ഇരുന്ന് വിയർക്കുന്നുണ്ടായിരുന്നു. ഫയല് മിസ്സായതും അത് ശ്രീകാന്തിന്റെ കയ്യിലെത്തിയതുമൊക്കെ പോലീസ് അറിയുമോ എന്ന പേടി അവളെ ആകെ പിടിച്ചുലച്ചു. വിനായകൻ ആകെ വിളറി വെളുത്തു നിൽക്കുകയാണ്. വേദ വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ നന്ദിനിയുടെ മുഖത്തേക്കൊന്ന് രൂക്ഷമായി നോക്കി. ആ ഫയൽ അതിന്റെ സ്ഥാനത്തേക്ക് തന്നെ നന്ദിനി ചേച്ചി തിരിച്ചു വെച്ചിരുന്നു. അതെങ്ങനെയോ അവിടെ നിന്നും വഴി തെറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും അത് അവിടെ നിന്നും പുറത്തു പോകില്ല എന്ന് വേദ ഒരു താക്കീത് പോലെ പറഞ്ഞപ്പോൾ നന്ദിനിക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. താൻ ചെയ്തതെല്ലാം ഇവർക്ക് മനസ്സിലായി എന്ന് നന്ദിനിക്ക് ഉറപ്പായി. അന്ന് രാത്രി വിക്രമും വേദയും മുറിയിൽ തനിച്ചായപ്പോൾ വലിയൊരു മൗനം അവിടെ നിറഞ്ഞു നിന്നു. വിക്രം വേദയുടെ അരികിലേക്ക് വന്നിരുന്നു. അവളുടെ കൈകൾ മെല്ലെ ചേർത്ത് പിടിച്ചു. വേദ, എന്നോട് ക്ഷമിക്ക്. ഞാൻ നിന്നെ ഒരുപാടധികം തെറ്റിദ്ധരിച്ചു. നിനക്ക് നേരെ ഞാൻ കൈയുയർത്തിയിട്ടുണ്ട്. പക്ഷേ നീ അപ്പോഴും എന്റെയും എന്റെ കുടുംബത്തിന്റെയും സുരക്ഷയെക്കുറിച്ചാണ് ഓർത്തത്. അവൻ പശ്ചാത്താപത്തോടെ അങ്ങനെ പറയുമ്പോൾ വേദ അവന്റെ വായ പൊത്തി. പഴയതൊന്നും ഇനി ഓർക്കേണ്ട വിക്രം. നമ്മൾ തമ്മിൽ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ തമ്മിൽ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് കരുതിയാൽ മതി. ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. എല്ലാ കള്ളത്തരങ്ങളെയും അതിജീവിച്ചു കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കണം എന്ന് പറയുന്ന സമയത്തന്നെ വിക്രം അവളെ ചേർത്ത് പിടിച്ചു. ഭഗവാന്റെ വിളക്കിനെ നോക്കി പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും വേദയെ താൻ വേദനിപ്പിക്കില്ല എന്നും അവളുടെ സന്തോഷമാണ് തന്റെ ജീവിതമെന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ വീട്ടിൽ ഒരു പുതിയ ഉണർവുണ്ടായിരുന്നു. പഴയ വിദ്വേഷങ്ങളൊക്കെ തന്നെ മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോൾ മാഷ് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. വേദക്കും വിക്രമിനും വേണ്ടി ഒരു ചെറിയ വിരുന്നൊരുക്കണം.
നാട്ടുകാരെല്ലാവരും അറിയട്ടെ എൻ്റെ മകനും മരുമകളും സന്തോഷത്തോടെയാണ് കഴിയുന്നത് എന്ന്. അപ്പോൾ ഒരു കല്യാണം പോലെ, ഒരു റിസപ്ഷൻ പോലെ തന്നെ ഒരു ചടങ്ങ് നടത്തണമെന്ന് സുധാകരൻ മാഷ് പറയുമ്പോൾ ഇത് കേട്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും കമലമ്മ. എന്നാൽ ഇത് കേട്ട് സന്തോഷിക്കുന്നതിനിടയിൽ തന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കോണിലിരുന്ന് നന്ദിനി അടുത്ത ചതിക്ക് വേണ്ടി കോപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു. തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. നന്ദിനി തന്റെ ഫോണെടുത്ത് ആരോട് രഹസ്യമായി സംസാരിക്കുന്നത് വേദ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഒരു യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ മറ്റൊന്ന് തുടങ്ങുകയാണെന്ന് വേദക്ക് മനസ്സിലായി. പക്ഷേ ഇത്തവണ വിക്രം തന്റെ കൂടെയുണ്ടെന്ന ധൈര്യം അവൾക്കുണ്ടായിരുന്നു. വിക്രം വേദയെ നോക്കിയിട്ട് ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് തന്നെ അരികിലേക്ക് നടന്നു വരുമ്പോൾ അവരുടെ പുതിയ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് അടിപൊളി എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.